നമ്മുടെ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കൊക്കെ അവിടുന്ന് എല്ലാത്തിനും പരിഹാരമാണ്. അവിടുന്ന് പരിഹാരം ചെയ്തില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടുന്ന് ഏറ്റെടുത്താൽ ആരും നമ്മളെ തള്ളുകയില്ല. ആര് തള്ളിയാലും അവിടുന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഇല്ല. അള്ളാഹു അവിടുത്തെ കൽബിൽ നമുക്കൊരിടം അള്ളാഹു നൽകുമാറാകട്ടെ. മഹാനായ അബുൽ ബഹറുൽ ഉന്ദുലിസി, സ്പെയിൻകാരനായ വലിയ ഷായിറും ഗായകനും വലിയ സാഹിത്യവാനുമായ അദീബ് എന്നാണ് അവർക്ക് പറയലെന്നെ. വലിയ സാഹിത്യ കഴിവുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച വലിയ ഒരു പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലാണ്. പണ്ഡിതന്മാരിൽ അധിക പേരും സാമ്പത്തിക ഞെരുക്കമുള്ളവരായിരിക്കും. അള്ളാഹു അങ്ങനെയാണ് ദുനിയാവിന് സ്വഭാവം കൊടുത്തത്. അറിവില്ലാത്തവർക്ക് നല്ല സമ്പത്ത് കൊടുക്കും, അറിവുള്ളവർക്ക് സമ്പത്ത് കൊടുക്കുകയില്ല. അങ്ങനെയൊക്കെയാണ് അള്ളാഹുവിൻ്റെ ഹിക്മത്ത്. ആലിമായിക്കോളെന്നുള്ള സമ്പത്തുണ്ടാകാൻ. ആലിമോട് ഞാൻ ഉദ്ദേശിക്കുന്നത് മത അറിവ് മാത്രമല്ല, ഭൗതിക അറിവിൽ അകലെത്തിയവനും സമ്പത്തുണ്ടാവില്ല. 3ാം ക്ലാസ് വരെ പഠിച്ച ആളാണ് ഇപ്പോൾ നമ്മളെ കുഞ്ഞീദ് ഹാജി. അയാളെ സമ്പത്ത് എത്രയാണ്? അള്ളാഹു അയാൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അയാളെ നല്ലതിനൊക്കെ കൊടുക്കുന്ന ആളാണ്. ബാവ ഹാജി അതേമാതിരിയാണ്, പഠിച്ചിട്ടില്ല. പക്ഷെ അയാളായിരിക്കും ജോലി ചെയ്യുന്ന 2,00,000 ലക്ഷം ശമ്പളം വാങ്ങുന്ന എൻജിനീയർമാരുടെ. അപ്പോൾ അയാൾ ആ വിദ്യാഭ്യാസം കൊണ്ട് അയാൾ ജോലിക്കാരനാകുകയാണ്. സമ്പന്നനാര്? വിദ്യാഭ്യാസം ഇല്ലാത്തവൻ. അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്ത് നോക്ക് നിങ്ങൾ. ഈ 2.5 ലക്ഷം ശമ്പളം വാങ്ങുന്നത് ജോലിക്കാണ്. അയാൾക്ക് അറിവാണത്. ആ അറിവുള്ളവൻ ആരെ പിന്നിൽ? ഈ ബാബ ഹാജി ആകുന്ന അറിവൊന്നുമില്ലാത്ത വലിയ സമ്പത്ത് അള്ള കൊടുത്ത ആളെ പിന്നിൽ. വലിയ വിദ്യാഭ്യാസം കൊണ്ടൊന്നും സമ്പത്ത് ശേഖരിക്കാൻ കഴിയുന്ന ആരും മനസ്സിലാക്കണ്ട. ഇല്ല, ഏത് വിദ്യാഭ്യാസം കൊണ്ടും കഴിയില്ല. അങ്ങനെയാണ്. എന്നാൽ മത അറിവുള്ളവന് സാമ്പത്തികമായി ഞെരുക്കങ്ങൾ പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഭൗതിക അറിവുള്ളവർക്ക് അങ്ങനെ തീർന്നോളന്നില്ല. അവർക്ക് നല്ല ശമ്പളം ഉണ്ടാവും, ബർക്കത്ത് പറയും. അങ്ങനെയാണ് മതത്തെ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾക്ക് ദുനിയാവ് വേണോ ഇൽമു പഠിച്ചോട്ടെ, ആഖിറം വേണോ ഇൽമു പഠിച്ചോട്ടെ. ഷെയ്ഖുന സുലൈമാൻ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഹദിയൊക്കെ കൊടുക്കുമ്പോൾ ചെറിയ ഹദിയ കൊടുത്ത് നമുക്ക് വലിയ സന്തോഷമല്ലേ. അപ്പം എന്നോട് പറഞ്ഞു, പകരക്കാണ് കടൽ. എനിക്ക് ഇതുവരെ കടലില്ല. ഇത്ര പെൺകുട്ടികളെ കെട്ടിച്ച് നല്ല ആഭരണം കൊടുത്തു, നല്ല പോലെ കാശ് കൊടുത്തും കെട്ടിച്ചതാണ്, നല്ല പോലെ ഭക്ഷണം മൂമിനെ കൊടുത്ത് കെട്ടിച്ചതാണ്. ഉസ്താദിനൊരു വരുമാനമൊന്നുമില്ല. 60 രൂപക്കാണ് ഉസ്താദ് മുദരിസായി തുടങ്ങിയത്. അന്ന് 60 രൂപ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ഉസ്താദിൻ്റെ ഇതൊക്കെ അങ്ങ് നടന്ന്. അത് ഇൽമിൻ്റെ ബർക്കത്താണ്. ആ ബർക്കത്ത് ഭൗതിക ഇൽമിനുണ്ടാവില്ല. നിങ്ങൾ പഠിപ്പിച്ചോളി, നല്ല ഉയർന്ന വലിയ വിദ്യാഭ്യാസം കിട്ടിയിട്ട് പിന്നെ ഹോട്ടൽ ജോലി ചെയ്യാനാണ് ഗൾഫിൽ പോയിട്ട്. ഈ വിദ്യാഭ്യാസം കൊണ്ടാണ് ആ ചെയ്യുന്നത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും മക്കാലെ ഇതൊക്കെയാണ് കാര്യം. വിദ്യാഭ്യാസം ഭയങ്കരമാണ്. ഇത് ഭയങ്കര ഒരു മനസ്സിന് എന്തോ അപ്പാർക്കും ഉമ്മാർക്കും എന്തോ കുടുങ്ങിപ്പോയത്. അള്ളാഹു കാക്കട്ടെ പടച്ചോനെ. സമ്മിശ്രം. എന്നിട്ട് ഈ സമ്മിശ്രം കൊണ്ടുണ്ടാകുന്ന ഭൗതിക നേട്ടമുണ്ടോ? ഇല്ല. ഉഖർവിയ നേട്ടം ഏതായാലും കുറഞ്ഞു. അള്ളാഹു തആല നന്നാക്കട്ടെ. ഏതായാലും വലിയ അദീബായ അബുൽ ബഹറുൽ അന്ദുലിസി സാമ്പത്തികമായി ഞെരുക്കമുള്ള ആളായിരുന്നു. പക്ഷെ മുത്തുനബിയെ വല്ലാതെ സ്നേഹിച്ചാണ്. 2 മക്കളുടെ തജ്ഹീസ് വന്നു. കല്യാണത്തിന് ഒരുക്കിയാക്കുന്നതിന് പറയാം, അതിന് കുറച്ച് ചിലവുണ്ടാവുമല്ലോ, പഴയ കാലത്തും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും ഇതിന് പരിഹാരം? ആ ഒറ്റ ഒരു സുഹൃത്തുണ്ട്. നമ്മുടെ മാനസിക വിഷമങ്ങൾ സുഹൃത്തുക്കളോട് പറയുന്നത് ഇരക്കലൊന്നുമല്ല. ഞാൻ വളരെ ടൈറ്റിലാണ്, വളരെ പ്രയാസത്തിൽ. അത് കേൾക്കുമ്പോൾ ഈമാനുള്ള സുഹൃത്തിൻ്റെ മനസ്സിലാകും. എന്നോട് എന്തോട് പറഞ്ഞില്ല എന്നായിരിക്കും അവർക്കുണ്ടാകേണ്ടത്. കഴിവതും നമ്മൾ അങ്ങനെ രഹസ്യമായി സഹായിക്കണം. നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്യണം. റബ്ബ് അത് അറിയും. അതിന് ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം തരും. നമ്മുടെ പ്രയാസങ്ങൾക്കത് പരിഹാരമാകും. അത് നാം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. നാം പറയുന്നതൊരു ലജ്ജയായി പലർക്കും തോന്നുന്നു. അങ്ങനെ ഉണ്ടാകരുത്. പറയണം, രഹസ്യമായിട്ട് വന്നിട്ട് പറയണം, ഇങ്ങനെ ഭയങ്കര വിഷമത്തിലാണ് ഞാൻ പ്രയാസത്തിലാണ്. ഒരു പക്ഷേ അയാൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയും, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാൻ കഴിയും. അത് 2 കൂലിയുള്ളതാണ്. അല്ലെങ്കിൽ അറിഞ്ഞാൽ ദ്വാരക്കും, അല്ലെങ്കിൽ ഒന്നും വേണ്ട, അതിന് പരിഹാരമായില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് ഇന്ന സ്ഥലത്ത്, അയാൾ അവിടുത്തെ രാജാവാണ്. അന്ന് നാട്ടുരാജാക്കന്മാരുടെ കാലമാണ്. അയാൾ എടുത്ത് എന്നിട്ട് ഈ കാര്യം പറഞ്ഞാൽ രാജാവല്ലേ, അയാൾക്കൊരു പ്രയാസമില്ലല്ലോ, 2 മക്കളല്ലേ, എത്രയും ചെയ്യാലോ. അപ്പോൾ അവരുടെ ചങ്ങാത്തം കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് യാത്രയായി, നീണ്ട യാത്രയായി. അപ്പോൾ രാജാവ് ആകുമ്പോൾ സ്വാഭാവികമായി നേതാക്കന്മാരെ സംബന്ധിച്ച് ഒരു പാട്ടുപാടൽ ഗായകന്മാരുടെ സ്വഭാവമാണ്. മുത്ത് റസൂലുള്ളാഹിന്റെ അടുത്തൊന്ന് പാട്ട് പാടും, അവർക്ക് നല്ല കാശ് കൊടുക്കും. നമ്മളെ പറ്റി നല്ലൊരു പാട്ട് പാടിയാൽ നമ്മൾ അവർക്ക് പൈസ കൊടുക്കണം. അങ്ങനെയാണ്.
അങ്ങനെ ഉസ്താദിനെ നാൾ ഈ കേരള യാത്രയിൽ ഏതൊരു എന്താ എൻ്റെ പേര് രാവണപ്രഭു, നല്ല ഗായകനെ, അയാൾ ഹിന്ദുവാണ്. അയാൾ ഉസ്താദിനെ പറ്റി പാട്ട് ഉസ്താദ് അവിടെ നിന്ന് തന്നെ പൈസ കൊടുത്തു. സുലൈമാൻ സാറിന് അയാൾക്ക് പൈസ കൊടുക്കുന്നത് അങ്ങനെയാണ്. സഹാബത്തൊക്കെ അങ്ങനെ അവരെ പറ്റി പാട്ട് പാടിയാൽ പൈസ കൊടുക്കും. അത് ഹുങ്കിനല്ലാതെ അതൊരു സ്നേഹമാണ്. എത്ര ആയിരങ്ങൾ കൊടുത്തവരുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല, അത് വേറൊരു സെഷൻ. അപ്പോൾ അങ്ങനെ നല്ലൊരു കവിത എഴുതി, അറിയപ്പെട്ട ഗായകനല്ലേ. അങ്ങനെ ചെന്ന് കൊട്ടാരത്തിൽ ചെന്ന് അയാൾക്ക് ചാൻസ് കിട്ടി, ആളുകളെ ഇരുത്തി അയാൾ പാട്ട് പാടി രാജാവിനെ പറ്റി. പാട്ട് സ്വീകരിച്ചു. പക്ഷേ റിസൾട്ട് മറ്റൊന്നായിരുന്നു. അഥവാ ഒരു പ്രതികരണവുമില്ല. എന്തിന് നിങ്ങൾ വന്നു, എന്താണ് വിഷയം, ഒന്നും രാജാവ് ആദ്യത്തെ ബഹുമാനങ്ങളോ ചങ്ങാത്തങ്ങളോ ഒന്നും കാണിച്ചില്ല. മനസ്സ് വല്ലാതെ വേദനയായി. ഞാൻ പാട്ട് എഴുതിയത് എന്തിന്, എൻ്റെ ഒരു വിഷയം പോലും അദ്ദേഹം ചോദിച്ചില്ല. പഴയ ചങ്ങാത്ത അയാൾ കണ്ടില്ല. അയാളുടെ സാമ്പത്തികവും രാജകീയ സ്വഭാവത്തിൽ അയാൾ എന്നോട് പെരുമാറി. വല്ലാതെ വേദനിച്ച്. നമ്മുടെ സ്റ്റേജിനനുസരിച്ച്, നമുക്ക് സ്റ്റേജ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആരോടും പെരുമാറരുത്. നാം വിനയത്തോടുകൂടെ പെരുമാറണം. ആ വരുന്നവൻ്റെ മനസ്സ് വേദന നമ്മൾ അറിയില്ല. വളരെ സൂക്ഷിക്കണം. അതൊക്കെ ഒരു വാപ്പയാണെങ്കിൽ മക്കളോട് നല്ല വട്ടത്തിൽ പെരുമാറണം. വാപ്പയുടെ ആ സ്റ്റേജിൽ നിന്നിട്ട് ഭയങ്കര ഗൗരവത്തിൽ നിൽക്കരുത്. ഗൗരവം ഉണ്ടാകേണ്ട ഘട്ടത്തിൽ ഗൗരവം വേണം. ഒരു ഭാര്യയോട് ഭർത്താവും അങ്ങനെയാണ് പെരുമാറേണ്ടത്. എല്ലാവരോടും അങ്ങനെയാണ്. ഒരു ഉസ്താദ് ഒരു ശിഷ്യനോട് അങ്ങനെയാണ് പെരുമാറേണ്ടത്. ഗൗരവപ്പെടേണ്ട ഘട്ടമല്ലാതെ ഗൗരവം കാണിക്കരുത്. അവർക്കിങ്ങോട്ട് ഭയമുണ്ടെങ്കിലും ഭയമില്ലാത്ത രൂപത്തിൽ അവരിലേക്ക് അങ്ങ് അലിഞ്ഞു ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണം. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹിയാണ് അതിലും നമുക്ക് മാതൃക. നിസ്കാരം കഴിഞ്ഞ് സുബഹി കഴിഞ്ഞ് നിസ്കരിച്ചിരിക്കുകയാണ് മുത്തുനബി. സൂര്യോദയം വരെ ഇരിക്കും. കുറച്ച് സ്വഹാബികൾ അപ്പുറത്തേക്ക് ഇരുന്ന് അവരെന്തോ സംസാരിക്കുകയാണ് പള്ളിയുടെ മൂലയിൽ. അറിയാതെ അവരങ്ങ് ചിരിച്ചുപോയി എന്തോ ഒരു വിഷയം പറഞ്ഞപ്പോൾ. സ്വഹാബികൾ കുറേ ആളുകൾ ചൊല്ലി പറയുന്നുണ്ട്. സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. മുത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് ആ ചിരി വല്ലാതെ ഇഷ്ടപ്പെട്ട് കാണില്ല. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തിരിഞ്ഞ് ഇരുന്ന് എടുത്തുനിന്ന്, ഓക്കെ സാദ് ഇവിടെ ഇരിക്കും, അവിടെ നിന്ന് ചിരിച്ചാൽ ചിരിച്ചവർക്കും ബേജാറാവും. തിരിഞ്ഞു നോക്കി, ഹദീസിൽ കാണാം, നമ്മൾ കരഞ്ഞു പോകും. അള്ളാഹുവിൻ്റെ റസൂൽ തിരിഞ്ഞു നോക്കി, ഫതബസ്സം, പൊഞ്ചിരിച്ചു, അങ്ങോട്ട് തന്നെ തലതിരിച്ചു. ഇതാണ് ഒരു നേതാവ് തൻ്റെ അണികളോട് ചെയ്യേണ്ട ശൈലി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തൻ്റെ ആ രാജകീയ സ്വഭാവം അനുസരിച്ച് പെരുമാറിയതിൽ വല്ലാതെ വേദനിച്ചു. ആ പടി വിട്ടിറങ്ങി ഇങ്ങനെ പോരാണ്. തൻ്റെ ഹഖീബയുമായി ഇങ്ങനെ പോരുമ്പോൾ ഇനി അന്ന് യാത്രക്ക് സൗകര്യമില്ല, രാത്രിയാണ്. അപ്പോൾ അവിടെയുള്ള ഏതോ ഒരു മുസാഫിർ ഖാനയിലോ മറ്റോ അദ്ദേഹം കൂടി. അവിടെ കൂടി അദ്ദേഹത്തിന് സങ്കടം വരുന്നു. ഏക പ്രതീക്ഷ ബാഹ്യത്തിൽ ഉള്ളത് ഇദ്ദേഹമായിരുന്നു. അതും പരിഗണിക്കാത്ത വേദനയും, അതും വലിയൊരു ഗാനമാലപിച്ച. ഞാൻ ആരെ പറ്റിയ പാട്ടുപാടി, ഞാൻ എവിടെയാണ് ഈ പാട്ട് അവതരിപ്പിച്ചത്, എന്തിനാണ് ഞാൻ അതിന് നിന്നത്? എൻ്റെ പ്രശ്നങ്ങളും പരിഹാരത്തിനൊക്കെ പറ്റിയത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഒറ്റക്കിരുന്ന് പേനയെടുത്ത് ചലിപ്പിച്ചാൽ മദീനയിൽ അതറിയും, ആരും അറിയണ്ട. ഒറ്റക്കിരുന്ന് മങ്കൂസ് മൗലിദ് വാതിലടച്ചോതിയാലും മദീനയിൽ മുത്തുനബി കേട്ടിരിക്കും. ആ നബിയുടെ പറ്റി പാടേണ്ടവനാണ് ഞാൻ. ആ നബിയുടെ കുടുംബമായ അഹ്ലുബൈത്തിനെ പറ്റി പാടേണ്ടവനാണ് ഞാൻ. ഞാൻ എന്തിനാണ് ആവശ്യമില്ലാത്ത പാട്ട് പാടിയത്? ശരീരത്തെ ഇങ്ങനെ നഫ്സിനെ കുറേ ആക്ഷേപിച്ചു കൊണ്ടിരുന്നു. തോന്നി എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. രാത്രിയിൽ ഉറക്കില്ല, പേനയെടുത്ത് എഴുതാൻ തുടങ്ങി മുത്തുനബിയെ പറ്റിയും അഹ്ലുബൈത്തിനെ പറ്റി. കുറേ അങ്ങ് സങ്കടങ്ങൾ ആ വലിയ പേമാരി അങ്ങ് പെയ്ത് തീർത്തു. കണ്ണുകളിൽ നിന്ന് അങ്ങനെ കണ്ണുനീരെഴുകുന്നു. പാട്ടിങ്ങനെ എഴുതുന്നു മുത്തുനബിയെ പറ്റി. ആരും അറിയുന്നില്ല, അറിയണ്ട. അള്ളാഹു അറിയും, മുത്ത് റസൂലുള്ളാഹിയും അറിയും. മതി, വേറെ ആരും അറിയണ്ട. ആ അറിവാണ് ഏറ്റവും വലിയത്. എന്ത് ആര് മുത്തുനബിയെ പറ്റി എവിടെ നിന്ന് ചെയ്തിട്ടുണ്ടോ അവിടെ നിന്ന് അറിയാതിരിക്കുകയില്ല. അള്ളാഹു നമ്മുടെ മജലിസുകളൊക്കെ മുത്തുനബിൻ്റെ ഹദ്റത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. അബുൽ ബഹർ എഴുതി പൂർത്തിയായി. സുബഹിയായി, നിസ്കാരങ്ങൾ കഴിഞ്ഞു, യാത്രക്കുള്ള ഒരുക്കമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ ദൂതൻ അബുൽ ബഹറിനെ തേടി ഈ മുസാഫിർ ഖാനയിൽ വന്നിരിക്കുന്നു. എന്തേ, നിങ്ങളല്ലേ അബുൽ ബഹർ? അതെ, നിങ്ങളെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട്. എന്തേ വിഷയം? എന്താ അറിയില്ല, രാജാവ് വിളിക്കാൻ പറഞ്ഞതാ. അന്വേഷിച്ച് കൊണ്ടുപോയി. അവിടെ എത്തി ചെന്നപ്പോഴേക്കും ചാടി എഴുന്നേറ്റ് ഇദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ എന്തിനായിരുന്നു വന്നത്? നേരെ ഉൾട്ട്, ഞാൻ വന്നത് എൻ്റെ 2 മക്കളെ തജ്ഹീസിൻ്റെ, അവരെ
പുതുക്കമയക്കാനുള്ള സാമ്പത്തികമായി ഒന്നും എൻ്റെ കയ്യിലില്ല. നിങ്ങളോടുള്ള ബന്ധമോർത്ത് ഞാൻ ആ വിഷയം ഒന്ന് പറയാമെന്നുള്ളതിലേക്ക് വന്നു. അങ്ങനത്തെ ഒന്നും പറയാൻ നമ്മൾ മടിക്കരുത്. അതൊന്നും യാചനയല്ല. പറയണം, എല്ലാവരോടും ഇങ്ങനെ നടന്ന് പറയാമെന്നല്ല, പറയേണ്ടവരോട് പറയണം. ചുരുങ്ങിയതൊരു ദുആയെങ്കിലും കിട്ടും, അതിന് ഫലം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ വന്നതാണ്. അതിന് എത്ര കാശ് വരും കണക്കാണ്ട് പറഞ്ഞു മൂപ്പര്, മാക്സിമം ഉള്ള കാശാണ്ട് പറഞ്ഞു മൂപ്പര്. നേരെ പോയി ഖജനാവ് തുറന്ന് ആ കാശ് മുഴുവനും എണ്ണിയെടുത്ത് അബുൽ ബഹറിനെ ഏൽപ്പിക്കുമ്പോൾ അബുൽ ബഹർ ചോദിക്കുന്നു, ഇന്നലെ ഒരു കോലം, ഇന്നിങ്ങനെ ഒരു കോലം, ഇതിൻ്റെ കാരണം എന്താണ്? അബുൽ ബഹർ, ഇന്നലെ എനിക്ക് നിങ്ങളെ പരിഗണിക്കാൻ കഴിഞ്ഞില്ല. മനുഷ്യ പ്രകൃതിയിൽ പല സ്വഭാവങ്ങളും വേണ്ടാത്തത് വന്നുപോകും. പിന്നെ അതിന് പശ്ചാത്താപമുണ്ടാവും. പശ്ചാത്തപിക്കണം നമ്മൾ അങ്ങനെ ചെയ്തതിൽ. ഒരു അണ്ണാച്ചിയോട് വെറുത്ത് പെരുമാറിയതിലും അള്ളാഹുവിനോട് മാപ്പ് പറയണം, അയാളോട് മാപ്പ് പറയണം. ആരോടും ഭാര്യയോട് ചൂടായതിൽ അള്ളാഹുവിനോട് മാപ്പ് പറയണം, അവളോട് മാപ്പ് പറയണം. സാരില്ല കേട്ടോ, ബേജാറാകരുത്, എനിക്കപ്പോൾ എന്തോ സംഭവിച്ചത് എന്നൊന്ന് പറയണം. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല സഹോദരങ്ങളെ. ഈ കുറ്റും പോരും ഈ വെറുപ്പുമായി എത്ര കാലം കഴിയും? നാം മയ്യത്താവാനുള്ളവരാണ്, നാം ഖബറിലേക്ക് പോകാനുള്ളവരാണ്. നാം ചെയ്തു വെച്ച അക്രമങ്ങൾ മുഴുവനോടെ ബാക്കിയിട്ട് ഖബറിലേക്ക് പോയിട്ട് എന്താണ് നമ്മുടെ അവസ്ഥ? നന്നാകണം നമ്മൾ, നമ്മുടെ ഹൃദയം നന്നാവണം. എല്ലാവരോടും ഒരാളെ കണ്ടാൽ മുഖത്തൊന്ന് പുഞ്ചിരിക്കണം, പറ്റുമെങ്കിൽ സംസാരിക്കണം. ഇങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അത് ഒരു ദിവസത്തെ ജീവിതമല്ല, അതായിരിക്കണം നമ്മുടെ 99% ജീവിതം. എപ്പോഴെങ്കിലേ അബദ്ധം വരണമെന്നല്ല, വരികയാണെങ്കിൽ എപ്പോഴെങ്കിലും. ഇത് അധികവും അബദ്ധവും, എപ്പോഴെങ്കിലും ഒരു നല്ല സ്വഭാവം. വെള്ളിയാഴ്ച നല്ല കുപ്പായൊക്കെ ഇട്ടിട്ട് അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, ഭയങ്കര ഒരു വെള്ളിയാഴ്ച ഒരു 10 മിനിറ്റ് കാര്യത്തിനുണ്ട്, പിന്നില്ല. അപ്പോൾ വരുമ്പോൾ ഒരു അസ്സലാമു അലൈക്കും, അപ്പോൾ ഒരു വലത്തെ കാലും, അപ്പോൾ ഒരു മട്ടോ, അതെങ്കിലും ആയിട്ടാ. വേണ പേർക്ക് ഊരിനെ കൊക്കുമല്ല, അപ്പോൾ അത് ഒഴിവാക്കാൻ പറയല്ല. അതോടുകൂടാ വെള്ളിയാഴ്ച ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ച അങ്ങനെ ആവട്ടെ. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്നലെ പരിഗണിക്കാൻ കഴിഞ്ഞില്ല, നിങ്ങൾ ഇവിടുന്ന് പോയല്ലോ. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ എൻ്റെ അരികിൽ അഷ്റഫുൽ വറാ സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി വന്നു. കണ്ടോ, രാജാവിനോടുള്ള താല്പര്യമല്ല, ആ മനുഷ്യൻ്റെ മനവേദനയിൽ പേനയെടുത്ത് മുത്തുനബിയെ മദ്ഹ് എഴുതിയതാണ് സഹോദരങ്ങളെ. ആ കാരണം അരികിൽ വന്നിട്ട് പറഞ്ഞ, അബുൽ ബഹറിൻ്റെ വിഷമങ്ങൾ തീർത്തു കൊടുക്കണം, നീ വല്ലാത്ത പ്രയാസത്തിനാണ്, നീ തീർത്തു കൊടുക്കണം. സഹോദരങ്ങളെ, അബുൽ ബഹറിൻ്റെ മനസ്സ് എന്തുണ്ടാകും ആ ടൈമിൽ? ആ നബി ഇന്നും ഹയ്യാണ്, ആ നബി ഇന്നും ഖബറിലാണ്, ആ നബി ഇന്നും ഈ ഉമ്മത്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അഹല്ല ഉമ്മതഹു ഫി ഹിർസി മില്ലതിഹി കല്ലൈസി ഹല്ല മഅൽ അശ്ബാലി ഫി ആജമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഒരു മഹാൻ, പേരൊക്കെ ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ മകൻ നല്ലൊരു സമ്പന്നനാണ്. അദ്ദേഹം അത്രയും സമ്പത്തില്ലാത്തവൻ. മക്കളുടെ സമ്പത്ത്, മക്കൾ സമ്പന്നരാവും, ബാപ്പ ഫക്കീറാവും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ അള്ളാഹുവിൻ്റെ ഖലാഇകളാണ്. അങ്ങനെ പക്ഷേ ഇദ്ദേഹം ഭാര്യയും വേറെ ഉണ്ട്, ഈ മകൻ്റെ ഉമ്മയും മറ്റൊക്കെ വേറെ ഉണ്ട്. അങ്ങനെ കൂടിയാണ് ജീവിതം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ മകനോട് കാശ് കടമാവും. മോനെ, ഇത്ര കാശ് എനിക്ക് കടം കാട്ടിക്കാം, ബാക്കപ്പോക്ക് കാശ് കടം കൊടുക്കാം, കടം കൊടുത്ത് തിരിച്ച് ചോദിക്കാം, അവൻ തെറ്റുള്ളതൊന്നുമല്ല. ചൂടൊന്നും ആകരുത്, മറ്റൊരാളോട് ചൂടാകും പോലെ ചൂടാൻ പാടില്ല. ബാപ്പ കട്ടെടുത്താൽ തന്നെ ബാപ്പനോട് ചൂടാൻ പാടില്ല. ബാപ്പ കള്ളുടിച്ചാൽ തന്നെ നിങ്ങളെന്തേ കള്ളുടിക്കണം അങ്ങനെ പറയാൻ പാടില്ല. ഉപ്പ കള്ളുടിക്കാൻ പാടില്ല, അങ്ങനെ പറയാം. ഉസ്താദ്, പിതാവ്, ഉമ്മ, ഈ 3 പേരോട് അവരെന്ത് ചെയ്താലും ദേഷ്യത്തോടുകൂടെ സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാൽ അപകടം വരും. അവരോട് അംറുൽ മഅറൂഫ് ചെയ്യുമ്പോഴും മയത്തോടു കൂടെ പറ്റും. അള്ളാഹു അങ്ങനെയാണ് പഠിപ്പിച്ചത്. അങ്ങനെയാണ് അംറുൽ മഅറൂഫിൻ്റെ ബാബിൽ അയിമത്ത് പഠിപ്പിച്ചത്. അങ്ങനെയാണ് അവരുടെ മുമ്പിൽ അടിമത്വമാണ് നമുക്കുള്ളത്. എന്ത് ചെയ്യാൻ, അള്ളാഹുവിൻ്റെ നിയമമാണ്. അപ്പോൾ പൈസ കൊടുക്കാം, കടം പാപ്പ പൈസ തന്നതോടെ ബാക്കിയോ എന്തോടെ അല്ലെ ഞാൻ തന്ന പൈസൻ്റെ ബാക്കിയോടെ എന്നൊക്കെ ചോദിക്കാം. നല്ല രൂപത്തിൽ എടുത്തു ചാട്ടൊന്നും പാടില്ല. അത് കൊടുക്കുമാണ്, മക്കളുടെ പൈസ വാപ്പ തിരിച്ചു കൊടുക്കുമാണ്. വാപ്പക്ക് ചിലവ് കൊടുക്കൽ മക്കൾക്ക് നിർബന്ധമാണ്, പിന്നെ അതിൻ്റെ അപ്പുറം കൊടുക്കൽ നിർബന്ധമില്ല. എത്ര ഉണ്ടെങ്കിലും കൊടുക്കുന്നത് വലിയ പുണ്യമാണ്. ഉപ്പ ഉമ്മായുടെ കയ്യിൽ എത്ര കൊടുക്കുന്നോ അത്രയും പുണ്യമാണ്, അത്രയും ബറക്കത്ത് അല്ലാഹു നിനക്ക് നൽകും.
അവരെ വല്ലാതെ സ്നേഹിക്കണം, അവരെ വല്ലാതെ ആദരിക്കണം. അവർ പ്രായമായാൽ അവരുടെ സ്വഭാവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, അതിലൊക്കെ ക്ഷമിക്കണം. അവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ അവർ നിന്റെ അരികിൽ പ്രായമായാൽ ഒരു ചേ എന്ന വാക്ക് പോലും പറയരുത്. പറയേണ്ട ചാൻസുകൾ കുറേ ഉണ്ടാകും. അവർക്ക് അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ചൂടാവും, കാര്യം ഉണ്ടാവില്ല, നമ്മളെ ഭാര്യയോട് ചൂടൊക്കെ ഉണ്ടാവും. ഒന്നും അങ്ങോട്ട് തിരിച്ചു പറയരുത്. കൃഫയുടെ ചിറക്, ഒരു കോഴി അതിൻ്റെ കുഞ്ഞിന് ചിറകിൻ്റെ ഒട്ട് നിർത്തി കൃഫ ചെയ്യുന്നത് പോലെ നീ കൃഫ ചെയ്യണം നിന്റെ ഉമ്മ ഉപ്പയോട്. എന്ന് നീ ദുആ ചെയ്യണം. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാത്തവൻ ദാരിദ്ര്യം കൊണ്ട് പരിശോധിക്കപ്പെടുമെന്ന് അയിമ്മത്ത് പറയുന്നു. ഈ ദുആ എന്നും ചെയ്യണം. ഞാൻ രാത്രി 11 ഇന്നലെ രാത്രി റബ്ബിർഹമാ കമാ റബ്ബയാനി സഗീറ, റബ്ബിർഹമാ കമാ റബ്ബയാനി സഗീറ. ആദ്യം തവഫനി മുസ്ലിം വല്ലഖനി വിസ്വാലി 11 ചെല്ലും, പിന്നെ ഇത് 11. അതൊരു പ്രത്യേകം കണ്ടതൊന്നുമല്ല. അങ്ങനെ ചുരുങ്ങിയ നിലക്ക് ഉമ്മാക്കുപ്പാക്കും റബ്ബിർഹമാ കമാ റബ്ബയാനി സഗീറ 100 വട്ടമൊക്കെ ചെല്ലുക. ഫഖർ ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല. ചെയ്യൂല നമ്മൾ. മേബി അതാണ് നമുക്കറിയില്ല. അറിയുന്ന ദിവസമുണ്ട്, ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അറിയില്ല, മക്കൾക്ക് തലയിൽ വരൂല. അത് കെട്ടിയ പെണ്ണും ഓനുമായിരിക്കും കാര്യമായിട്ടുള്ള. ഓലും ഇങ്ങോട്ട് മുളച്ച മാതിരിയാണ് കാര്യപ്പെടുന്നു. ഇങ്ങോട്ട് ആരും ഉണ്ടായതല്ല ഓല്. അപ്പോ ഉപ്പയോട് ഉപ്പ അങ്ങനെ പൈസ കടം വാങ്ങും. ഉപ്പയാണെങ്കിലോ എവിടെയും ഇല്ല, പള്ളിയിൽ ഖുർആനോത്ത് ജമാഅത്ത് നിസ്കാരം, നിർബന്ധത്തിന് പുറത്തു പോന്ന് പിന്നെയും പള്ളിയിൽ ഖുർആനോത്ത്. ഇങ്ങനെ ഉപ്പാക്ക് ഭാര്യയുണ്ട്, വേറെ കുട്ടികളുണ്ട്. അതിലേക്കുള്ള ചെലവിനൊക്കെ ഇടക്കിടക്ക് ഈ പൈസക്കാരനായ മോൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. ഹിസ്ബുൽ ഇസ്തിഗാസത്തിൽ എഴുതുന്നു, അങ്ങനെ ഈ പൈസ വാങ്ങി 2 ആഴ്ച 1.5 ആഴ്ച 3 ആഴ്ച ആകുമ്പോഴേക്ക് വലിയ പൈസ ആപ്പങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ഇത് മകന് വല്ലാത്ത ആശ്ചര്യം. ഉപ്പാക്ക് ഈ പൈസ എവിടുന്ന്, ഖുർആനോത്തിൻ്റെ ആൾക്ക് എവിടുന്ന് കാശിട്ടാണ് പള്ളിയിൽ നിന്ന്. അപ്പോൾ ഒരു ദിവസം ഈ രഹസ്യ അന്വേഷണത്തിന് വേണ്ടി ഉപ്പൻ്റെ അടുത്തെത്തി. ഉപ്പാക്ക് ഞാൻ കാശ് കടം തരാറുണ്ട്. ഉപ്പ ഡേറ്റ് തെറ്റാതെ മുഴുവനും ഇങ്ങോട്ട് തിരിച്ചു തരാറുണ്ട്. എന്താണ് ഉപ്പൻ്റെ ഹാല്? എങ്ങനെയാണ് ഉപ്പ തരുന്നത്? എനിക്കൊന്നും അറിയാനാണ്. എന്താണ് മകൻ്റെ മനസ്സിൽ നിന്ന് അറിയില്ല. ആരെയൊക്കെ ഒന്നും വാങ്ങിത്തരാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയാനാണോ അല്ലാഹു അഅലം. അങ്ങനെയൊക്കെയാണ് മക്കൾ വിചാരിക്കേണ്ടത്. ഏതായിരുന്നാലും ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറയാൻ മക്കൾക്ക് കഴിയുമല്ലോ. അതല്ലേ ഏറ്റവും നല്ലത്. നമ്മൾ മുഴുവനും നമ്മുടെ ഉപ്പായുടെയും ഉമ്മയുടെയും സാധനങ്ങളല്ലേ. മുസ്ലിം അഹ്മദ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം അവൻ്റെ കൈ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി അവൻ്റെ സമ്പത്തിൽ നിന്ന് അവൻ ജോലി ചെയ്തതിനുള്ളതാണ്. എന്നിട്ട് ഉടനെ പറയാം, മക്കൾ അധ്വാനിച്ചുണ്ടാക്കിയത് അവൻ ജോലി ചെയ്തതുപോലെ തന്നെയാണ്. കാരണം ആ മക്കൾ അവനിൽ ഉണ്ടായതല്ലേ. ഇത് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞു. ആ മക്കളെ സ്വത്ത് നമ്മൾ കണക്ക് വെക്കണം. നമ്മൾ അവരെ അയച്ചു തന്ന പൈസ കൂടി എടുത്ത് തിന്നാൻ പാടില്ല. അത് അവരെ സമ്മതമാണ്. അത് മോനെ ആ പൈസ ഞാൻ ഉപയോഗിക്കും പറയണം. അല്ലെങ്കിൽ എനിക്കാണോ ആ പൈസ ചോദിക്കണം. നമ്മളതായി ആ ഉപ്പാക്കാണ്, പിന്നെ നമ്മളിതായി. നേരെ മറിച്ച് അവൻ പൈസ അയച്ചെന്ന് ചിലവിലേക്ക് അത് സൂക്ഷിക്കണം. അവൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി തന്ന് അത് നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മളെ ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യാൻ പാടില്ല. മക്കളെ സ്വത്താണെന്ന് എന്നോട് ഇഷ്ടം പറ്റില്ല. അത് വാപ്പാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയല്ല. ഉപ്പാക്ക് എൻ്റെ പൈസ, ഉപ്പ എവിടുന്ന് പൈസക്ക് വിഷമിക്കരുത്. എൻ്റെ പൈസ കൊണ്ട് ഉപ്പ മരുന്ന് വാങ്ങണം, ഭക്ഷണം കഴിക്കണം, കാര്യം ചെയ്യണം, ഉപ്പക്ക് സ്വതക്ക ചെയ്യണം, ഉപ്പാൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം. ഈ ഒരു മനസ്സ് മക്കൾക്കുണ്ടെങ്കിൽ ആ മക്കൾ കഷ്ടപ്പെടുകയില്ല. സ്നേഹിക്കലാമാതാപിതാക്കളെ വേണ്ടത്, ദീർഘായുസാണത് കാരണം ലഭിക്കുന്നത്. സ്വഹീൻ്റെ ഹദീസ് പാട്ടാക്കിയതാ തഴവ. ദീർഘായുസ് ലഭിക്കും. അതുമാത്രമല്ലൊരു കുഞ്ഞനെയും അവന് ഞാൻ നൽകുന്നതാണ് അവനെപ്പോഴും ഗുണം ചെയ്യുവാൻ. കാരുണ്യമുള്ളൊരു മോനെ തരാതിരിക്കില്ല. എന്നാൽ വെറുപ്പിച്ചവർക്കോ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. വയസ്സ് ചുരുങ്ങും, മക്കളെതിരാണ്. വെറുപ്പിച്ചവർക്ക് ഇതിനൊക്കെയും അക്സാണ്. വയസ്സും ചുരുങ്ങും, മക്കളും എതിരാണ്. എൻ്റെ ഉമ്മയും ഉപ്പയും ഇതിന് തെളിവാണ്. സ്വന്തം ഉമ്മനി ഉപ്പനി, എൻ്റെ ഉപ്പാൻ്റെ ഉമ്മനി ഉപ്പയും വീട്ടിൽ നിന്ന് നോക്കി അവർ മരിക്കുന്നവരെ നല്ല പോലെ നോക്കി എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും. ആ രണ്ടുപേരും മക്കളെ കൊണ്ട് സന്തോഷിച്ചവരാണ്. ഇന്ന് വരെ മക്കളായ ഞങ്ങളാരും ഒരു എന്ന വാക്കല്ല, ഒരു വെറുപ്പിൻ്റെ പ്രവർത്തനം ഞങ്ങൾ ചെയ്തിട്ടില്ല അറിഞ്ഞുകൊണ്ട്.
അള്ളാഹു അവരെ നമ്മളെ തൊട്ട് പൊരുത്തപ്പെടുത്തട്ടെ. മാതാപിതാക്കൾ വെറുത്താൽ അപകടമാണ്. ദീർഘായുസ് കിട്ടിയാണ് എൻ്റെ ഉപ്പ മരിച്ചത്. എൻ്റെ ഉമ്മയാണ് ഈ കുടുംബത്തിന് ഇനി അവസാനം ബാക്കി കൊടുക്കുന്നത്. ദീർഘായുസ് അള്ളാഹു കൊടുക്കട്ടെ. അതുമാത്രമല്ല, ഒരു കുഞ്ഞനെയും അവന് ഞാൻ നൽകുന്നതാണ് അവനെപ്പോഴും ഗുണം ചെയ്യുവാൻ. എൻ്റെ വരിയിലിക്കട്ടെ എല്ലാ മക്കളും മരുമക്കളും അങ്ങനെ ഉമ്മൻ്റെ കാര്യത്തിലും എല്ലാവർക്കും ഉമ്മ വരുന്ന വലിയ സന്തോഷമാണ്. അങ്ങനെയാണ്. ശരിക്കും ബോധമില്ല. അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, ബോധം നൽകട്ടെ. ദീർഘായുസാണത് കാരണം ലഭിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് മരിച്ച ആൾക്കാരൊക്കെ ഉമ്മാനോട് എതിർത്തോണ്ട് അന്നേരം ആരും മനസ്സിലാക്കരുത് കേട്ടോ. മുസീബത്തിൻ്റെ കൊടി ഉണ്ടാക്കുക ഞാനാ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഓരോരുത്തർ പിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വെച്ചാൽ ആൾ ഉമ്മാൻ്റെ എതിരാന്ന് തോന്നുന്നുണ്ട് ആയുസ് കുറഞ്ഞത്. അല്ലോ ഇമാം നഹവി 45 വയസ്സേ ജീവിച്ചുള്ളൂ. ഇമാം ഖയാലി 33 വയസ്സേ ജീവിച്ചുള്ളൂ. ഇമാം ദർക്കഷി 44 വയസ്സേ ജീവിച്ചുള്ളൂ. അവർ ഉമ്മാനെ എതിർത്തോണ്ടൊന്നുമല്ല. അത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ ഖളായിൽ അങ്ങനെ സംഭവിക്കും. അതിരിക്കട്ടെ. അപ്പോൾ വാപ്പ ഇത് ചോദിച്ചപ്പോൾ വാപ്പ പറഞ്ഞത്, എവിടുന്നാണ് നിങ്ങൾക്ക് എൻ്റെ കടം വീട്ടാൻ കറക്റ്റ് ഡേറ്റിൽ തരാൻ കഴിയുന്നത്? നിങ്ങൾ പള്ളിയിൽ നിസ്കാരവും ഇബാദത്തും സുന്നത്തും ഖുർആനോത്തുമായി കൂടുന്ന ആളല്ലേ ഉപ്പാ? എങ്ങനെയാണ് നിങ്ങൾ ഈ കറക്റ്റിന് എൻ്റെ കാശ് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉപ്പ അങ്ങ് പൊട്ടിക്കരയുന്നു. മോനെ, പള്ളിയിൽ നിന്ന് പുറത്തു പോകാതെ ജീവിക്കുന്നതിന് കാണുന്നില്ലേ? പക്ഷേ ഞാൻ എന്നും ഖുർആൻ എത്രയോ ഖത്മ് തീർക്കുന്നത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി മുത്തുനബിക്ക് വേണ്ടിയാണ്. ഖത്മുകൾ പൂർത്തിയാക്കി വ്യാഴാഴ്ചയാകുമ്പോൾ ഞാൻ എത്ര ഖത്മാണോ ആയതെങ്കിൽ അള്ളാഹുവേ ഇതിൻ്റെ ഹബീബ് മുത്തു റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പറയും. അങ്ങനെ ഹദറത്തു നബിയിലേക്ക് കൊടുത്തിട്ട് ആ ദുആ കഴിഞ്ഞ ഉടനെ നബിയെ ഇത്ര കടണ്ട് എന്ന് പറയും. എൻ്റെ കയ്യിലേക്ക് ആ ദിവസം കഴിയുമ്പോഴേക്കും കാശത്തും മോനെ, റസൂലുള്ളാഹിന്റെ ഭാഗത്തുനിന്ന് കാശത്തും. അതാണ് ഞാൻ നിനക്ക് തരുന്നത് മോനെ. സഹോദരങ്ങളെ, നമ്മളൊക്കെ തങ്ങളോട് ബന്ധപ്പെടുന്ന ആത്മീയമായി വളരെ തളർന്ന് എവിടെയോ ആണ് നമ്മളുള്ളത്. എന്നാലോ സാമ്പത്തികമായി ഞെരുക്കത്തിലാണ്, മാനസികമായി ഞെരുക്കത്തിലാണ്. ഏത് ഏരിയ എടുത്താലും നമുക്ക് പ്രശ്നങ്ങളാണ്. പരിസരമെല്ലാം പ്രശ്നങ്ങളാണ്. ഭരണകൂടം പ്രശ്നമാണ്, നിയമങ്ങൾ പ്രശ്നമാണ്, രോഗങ്ങൾ അതിലേറെയാണ്. എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ടൈമിൽ? നമുക്ക് ഏക അവലംബമുള്ളത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അവിടത്തേക്ക് മനസ്സ് കൊടുത്ത് കൈ കാണിച്ച് യാ നബി സലാം, യാ റസൂൽ സലാം, യാ ഹബീബ് സലാം, സ്വലവാത്തുല്ലാഹി അലൈക്കും എന്ന് പറഞ്ഞ് കൈ കാണിച്ച് പൊട്ട് മനസ്സുകൊണ്ട് യാ നബി സലാം എന്ന് പറയുമ്പോൾ എൻ്റെ ദോഷങ്ങൾ പുറത്തു തരാൻ അള്ളാഹുവിനോട് പറയണം. തങ്ങൾ എനിക്ക് പുറത്തു തരികയും വേണം. തങ്ങളും പൊറുക്കണോ അള്ളിയും പൊറുക്കണോ അല്ലെങ്കിൽ ദോഷത്തിൻ്റെ പ്രശ്നമാണ്. തങ്ങൾ എൻ്റെ കൈ പിടിക്കണം, തങ്ങൾ എൻ്റെ കടം വീട്ടി തരണം, എൻ്റെ മോളെ കല്യാണം ശരിയാക്കി തരണം, മോൻ്റെ കല്യാണം ശരിയാക്കണം, വീട് ശരിയാക്കണം, കടം വീട്ടണം, പ്രയാസം രോഗം ഒക്കെ യാ നബി യാ റസൂൽ യാ ഹബീബിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് തങ്ങളോട് പറയാം, നാവുകൊണ്ട് സലാമും പറയാം. എഴുന്നേറ്റ് ഇൻഷാ